കോഴിക്കോട് നഗരത്തിൽ നിന്ന് കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു വ്യാപാരിയെ കാണാതായിട്ട് കൊല്ലം ഒന്നു തികയുന്നു. നിയമസഭയിൽ വരെ ചോദ്യമുയർന്നിട്ടും മുഹമ്മദ് ആട്ടൂര് എന്ന മാമിയുടെ തിരോധാനത്തിൽ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ മാമി കോഴിക്കോട്ടെ പ്രമുഖ ബിസിനസ്സുകാരുടെ എല്ലാം സുഹൃത്തായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ പെട്ടെന്നൊരു ദിവസം ഒരു ഇന്ദ്രജാലം പോലെ കാണാതാകുന്നു. ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് അന്വേഷണ സംഘം. 2023 ഓഗസ്റ്റ് 21 വൈകുന്നേരം 7 മണിയോടെ അരയിടത്ത് പാലത്തിനടുത്തുള്ള തൻ്റെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകാനിറങ്ങിയതാണ് മാമി. വരാൻ ഒരിത്തിരി വൈകുമെന്ന് ഭാര്യയോട് വിളിച്ചു പറഞ്ഞുവെങ്കിലും അന്നയാൾ വീട്ടിലെത്തിയില്ല. പിറ്റേന്നും അയാളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതായതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. മാമിയുടെ മൊബൈൽ ഫോൺ ഏറ്റവും ഒടുവിൽ ആക്റ്റീവായിരുന്നത് തലക്കുളത്തൂരാണെന്ന് പോലീസ് കണ്ടെത്തി. അവിടെ വരെ എത്താനേ പോലീസിന് കഴിഞ്ഞുള്ളൂ. പിന്നീട് അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. എന്നിട്ടും ഫലമുണ്ടായില്ല. ചെറിയ ഭൂമി കച്ചവടങ്ങളുടെ ഇടനിലക്കാരനായിട്ടായിരുന്നു റിയൽ എസ്റ്റേറ്റ് രംഗത്ത് മാമിയുടെ തുടക്കം. എന്നാൽ കുറച്ചു കാലങ്ങൾക്കുള്ളിൽ തന്നെ മാമി ആളാകെ മാറി കോടികൾ കൊണ്ടമ്മാനമാടുന്ന 1-ാം നമ്പർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായി. മാറി മാറി ആഡംബര കാറുകളിലായി അയാളുടെ സഞ്ചാരം. സംസ്ഥാനത്തെ പല ജില്ലകളിലും അയാൾക്ക് ഭൂമിയുണ്ട്. ചെന്നൈയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരുവിലും ഗൾഫ് രാജ്യങ്ങളിലും അടക്കം അയാൾക്ക് ഇടപാടുകളുണ്ട്. എല്ലാ മേഖലകളെയും കോവിഡ് തകർത്തെറിഞ്ഞപ്പോഴും മാമിയുടെ ബിസിനസ്സിന് കോട്ടമൊന്നും വന്നിട്ടില്ലെന്ന് ബന്ധുക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ അയാൾക്ക് എവിടെയൊക്കെ വസ്തുക്കളുണ്ടെന്ന് അയാൾക്ക് മാത്രമേ അറിയാവൂ. തൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങളും അയാൾ കുടുംബാംഗങ്ങളോട് പോലും പറഞ്ഞിരുന്നില്ല. ഒന്നും രണ്ടുമല്ല, 4 ഭാര്യമാരാണ് മാമിക്ക്. 4 ഭാര്യമാരിലായി 8 മക്കളും. ഓരോ ഭാര്യമാർക്കും ഓരോ വീടുകളും. മാമിയുടെ ഏക സഹോദരൻ ചെന്നൈയിൽ ഹോട്ടൽ ബിസിനസ് നടത്തുകയാണ്. അയാൾക്കാകട്ടെ ചെന്നൈയിൽ പോലും മാമിക്ക് എവിടെയൊക്കെ വസ്തുക്കളുണ്ടെന്ന് അറിയുകയുമില്ല. പിന്നെയുള്ളതൊരു സഹോദരിയാണ്. എന്നാൽ 300 കോടി രൂപയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് മാമി ദുബായിൽ പോയിരുന്നുവെന്നും തിരിച്ചെത്തിയ അയാൾ സന്തോഷവാനല്ലായിരുന്നെന്നും ഈ ഇടപാടിൽ തനിക്ക് 20 കോടി രൂപ കിട്ടുമെന്ന് മാമി പറഞ്ഞിരുന്നെന്നും കുടുംബം പറയുന്നു. ഈ ഇടപാടിൻ്റെ അവസാന ഘട്ടത്തിലാണ് മാമിയെ കാണാതാകുന്നത്. അയാളുടെ തിരോധാനത്തിന് പിന്നാലെ ഈ ഇടപാട് നടക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 22-നാണ് മാമിയെ കാണാനില്ലെന്ന് 2-ാമത്തെ ഭാര്യ പോലീസിൽ പരാതി നൽകിയത്. അന്വേഷണത്തിൻ്റെ സുവർണ മണിക്കൂറുകൾ പോലീസ് നഷ്ടപ്പെടുത്തിയെന്ന് കുടുംബം ആരോപിക്കുന്നു. പിന്നീട് CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചെങ്കിലും ഫലമുണ്ടായില്ല. നടക്കാവ് CI PK ജിജേഷിൻ്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിലടക്കം അന്വേഷണം നടത്തിയെങ്കിലും അന്വേഷണത്തിനുതകുന്ന യാതൊരു തുമ്പും കിട്ടിയില്ല. മാമിയെ അന്വേഷിച്ചു പോയ പോലീസ് എത്തിപ്പെട്ടത് മറ്റു ചില വസ്തുതകളിലേക്കാണ്. മാമിയെ കാണാതായതിന് തൊട്ടു പിന്നാലെ അയാളുമായി ബന്ധപ്പെട്ട് ബീച്ചിലെ ഒരു ഫ്ളാറ്റിൽ വൻ തുകയുടെ ഇടപാട് നടന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. തുക മാറ്റിയതിനു പിന്നിൽ മാമിയുടെ ചില ബന്ധുക്കൾ തന്നെയാണെന്നാണ് പോലീസ് ഭാഷ്യം. 4 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തത്. പിന്നീട് ഈ പണത്തെ ചുറ്റിപ്പറ്റിയായി അന്വേഷണം. ഇതുമായി ബന്ധപ്പെട്ട് ഫോൺ കോളുകൾ ഉൾപ്പെടെയുള്ള പരിശോധനകളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലമാറ്റുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇതേ അന്വേഷണ ഉദ്യോഗസ്ഥൻ നടക്കാവിലേക്ക് വരുന്നതിനെ മാമിയുടെ ബന്ധുക്കൾ എതിർത്തു. അങ്ങനെ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിയമിച്ചു. അതിനുശേഷം പുതിയ അന്വേഷണ സംഘമെത്തി. ഓഗസ്റ്റ് 22-ന് ഉച്ചയോടെ മാമിയുടെ 2-ാമത്തെ ഭാര്യയെ അയാളുടെ ഡ്രൈവർ വിളിക്കുന്നു. ഒരു സ്ഥലം രജിസ്ട്രേഷന് പോകുകയാണെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അതിനുശേഷം വൈകുന്നേരത്തോടെ വീണ്ടും വിളിച്ച് മാമിയെ കാണാനില്ലെന്നും പരാതി നൽകാനും അറിയിച്ചു. എന്നാൽ പരാതി നൽകാൻ ഡ്രൈവർ സ്റ്റേഷനിലേക്ക് പോയില്ല. തുടക്കത്തിൽ തന്നെ പോലീസ് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ ചിലരുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായെന്നാണ് ബന്ധുക്കളുടെ അനുമാനം. 300-ലധികം പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. എന്നാൽ മാമിയുടെ ജീവിതം ദുരൂഹത നിറഞ്ഞതായതുകൊണ്ടു തന്നെ അവരിൽ പലരും പറഞ്ഞത് പല കാര്യങ്ങളായിരുന്നു. അതിൽ പലതിൻ്റെയും പിന്നാലെ പോലീസ് പോയെങ്കിലും പതിവ് പോലെ നിരാശയായിരുന്നു ഫലം. ഒടുവിൽ ശാസ്ത്രീയമായ അന്വേഷണം ആരംഭിച്ചു. മാമിയെ കാണാതായ ദിവസം നിശ്ചിത സമയത്ത് തലക്കുളത്തൂർ പ്രദേശത്തെ മൊബൈൽ ടവറിൻ്റെ പരിധിയിലുണ്ടായിരുന്ന മൊബൈൽ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത്. ഇതിനുവേണ്ടി 2 ദിവസത്തെ മൊബൈൽ ടവറുകളുടെ ടവർ ഡംപ് വിവരങ്ങൾ മൊബൈൽ സർവീസ് ദാതാക്കളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കിട്ടി. ഫോണുകളുടെ IP വിലാസത്തിനായി US-ലെ ഗൂഗിൾ ആസ്ഥാനത്തും അന്വേഷണ സംഘം ബന്ധപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. മാമിയെ കണ്ടെത്തുന്നതിനായി മാമിയുടെ ബന്ധുക്കൾ കുപ്രസിദ്ധ ഗുണ്ടയായ കാക്ക രഞ്ജിത്തിന് 10 ലക്ഷം രൂപ നൽകിയതായി പറയപ്പെടുന്നു. എന്നാൽ രഞ്ജിത്തിനും മാമിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തനിക്ക് 4 ലക്ഷം രൂപയാണ് മാമിയുടെ വീട്ടുകാർ തന്നതെന്നാണ് ചോദ്യം ചെയ്യലിൽ രഞ്ജിത്ത് പറഞ്ഞതെങ്കിലും തങ്ങൾ രഞ്ജിത്തിന് കൊടുത്തത് 10 ലക്ഷം രൂപയാണെന്ന് ബന്ധുക്കൾ പറയുന്നു. മാമിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായികളും നാട്ടുകാരും ചേർന്ന് 1000-ഓളം പേരുള്ള കൂട്ടായ്മ രൂപീകരിച്ചു.
ഈ കൂട്ടായ്മ പലതവണ പ്രതിഷേധങ്ങൾ നടത്തി. ഇതിനിടെ പഴയ അന്വേഷണ ഉദ്യോഗസ്ഥനെ തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കൂട്ടായ്മയുടെ വാട്സാപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ തർക്കം തുടങ്ങി. മാമിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകൾ മുഖ്യമന്ത്രിയെ കാണുകയും MK മുനീർ MLA ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയത്. എന്നാൽ മാമിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തുന്നവരിൽ ചിലർക്ക് തിരോധാനവുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഇല്ലാതിരുന്ന ഘട്ടത്തിലാണ് നിലമ്പൂർ MLA PV അൻവറിൻ്റെയും മലപ്പുറം മുൻ SP സുജിത് ദാസിൻ്റെയും ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവരുന്നത്. ADGP MR അജിത് കുമാർ ഉത്തരവിറക്കി രൂപീകരിച്ച അന്വേഷണ സംഘത്തിൻ്റെ തലവനായി തീരുമാനിച്ചിരുന്നത് മലപ്പുറം SP S ശശിധരനെയായിരുന്നു. കോഴിക്കോട് നഗരത്തിലെ കേസന്വേഷണത്തിൻ്റെ ചുമതലയിൽ നിന്ന് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയെ ഒഴിവാക്കി പകരം മലപ്പുറം SPയെ നിയമിച്ചത് എന്തിനാണെന്ന ചോദ്യം അന്നു തന്നെ ഉയർന്നിരുന്നു. മലപ്പുറം SP S ശശിധരൻ ADGPയുടെ സ്വന്തം ആളാണെന്നാണ് അൻവറിൻ്റേതായി പുറത്തു വന്ന ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. അന്വേഷണത്തിൽ ചിലരുടെ ഇടപെടലുണ്ടായി എന്ന സംശയം മാമിയുടെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറുമായി ബന്ധമുണ്ടെന്ന PV അൻവറിൻ്റെ ആരോപണത്തെ തുടർന്നാണ് മാമിയുടെ തിരോധാനം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. എന്തായാലും കാണാതായി 1 വർഷത്തിനു ശേഷവും മാമിയെക്കുറിച്ചുള്ള ഒരു വിവരവും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല. എവിടെയാണ് മാമി മറഞ്ഞത്? എന്നെങ്കിലും ഒരിക്കൽ അയാൾ തിരിച്ചെത്തുമോ? അതോ ഒരുപാട് തിരോധാന കേസുകളിൽ ഒന്നായി മാമിയുടെ തിരോധാനവും മാറുമോ? കാത്തിരുന്നു കാണാം.